ചേച്ചീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓറഞ്ച് ജ്യൂസാണ്. ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ നമ്മൾ പലപ്പോഴും ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കയ്പ്പായിരിക്കും അല്ലേ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് കയ്പ്പില്ലാതെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന്. അതുപോലെ തന്നെ ഇതിലേക്ക് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓറഞ്ച് ജ്യൂസ് സൂപ്പറായിരിക്കും. ഒരു കാര്യം പറഞ്ഞിട്ടെ, ഈ ചാനലായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. എൻ്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണേ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം നമുക്കിനി ജ്യൂസ് തയ്യാറാക്കിയെടുക്കാം. അതാ നമ്മുടെ ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ജ്യൂസേ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അതാ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കാനുള്ള പ്രധാന കാരണം ഇതിലെ കുരുവാണ്. ആ കുരുവും കൂടി ഇട്ട് നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴാണ് അത്ര കയ്പ്പ് വരുന്നത്. പിന്നെ ഇത് ഓരോ അല്ലുകളായിട്ട് എടുത്ത് നമുക്കതിൻ്റെ കുരു മാറ്റി കളയാനൊക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിരിക്കും. ആരും അങ്ങനെ ബുദ്ധിമുട്ടാറില്ല സാധാരണ. ഇതിനകത്തെ കുരു എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ പറ്റുന്നതെന്ന് കാണിക്കാം. അത് നമ്മൾ പ്രത്യേകം അല്ലിയായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ചെയ്താൽ മതി. ഇതേപോലെ ഒരു കത്തി എടുത്തിട്ട് ഇതേപോലെ റൗണ്ടിലിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഓറഞ്ച് ഇതേപോലെ ഇത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ കുരു പെട്ടെന്ന് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് കുരു പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റും, അതുപോലെ തന്നെ പെട്ടെന്ന് എടുത്ത് കളയാനും പറ്റും. ഈ ഓറഞ്ചിൽ അധികം കുരുക്കളില്ല, എന്നാലും അവിടെ ഇവിടെ ചിലതുണ്ട്, അത് നമുക്കിങ്ങനെ മാറ്റിക്കളയാൻ പറ്റും പെട്ടെന്ന്. ഇത് നല്ല കുരുവുള്ള ഓറഞ്ചാണെങ്കിൽ ഇതേപോലെ ഈ സൈഡിൽ ഇങ്ങനെ കുരു വരും, അതിങ്ങനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് കയ്പില്ലാത്ത ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുക്കുക. നമ്മളിതുപോലെ ഓറഞ്ച് എടുത്തിടുക. അപ്പോൾ മാക്സിമം ഈ ഓറഞ്ചിൻ്റെ ഈ വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അത് കളയാൻ ശ്രദ്ധിക്കുക. അതുപോലെ ചെറിയ ചെറിയ ഇതായിട്ട് മുട്ടിട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് അടിച്ചു കിട്ടും. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഓറഞ്ചിൻ്റെ മധുരത്തിനനുസരിച്ചും പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മധുരത്തിനനുസരിച്ചും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്, ചെറുനാരങ്ങ. ഇതുകൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർക്കുക. ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കിയോണ്ട് ഒരു അരമുറി ചെറുനാരങ്ങ എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ ഈ ജ്യൂസിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പ വയ്ക്കാം, ഇതിലേക്ക് ഒഴിക്കുക. ഇതിലെന്തെങ്കിലും കട്ട കിടപ്പുണ്ടെങ്കിൽ അത് അരിച്ച് ചെയ്യുമ്പോൾ പൊക്കോളും. നമുക്കിത് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കാൻ മറക്കരുത്. നമുക്കൊരു വലിയ ഗ്ലാസ് ജ്യൂസ് തയ്യാറാക്കാൻ പറ്റി.